ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ക്രിസ്മസ് ആണ്. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ 2023 ഡിസംബർ വരെ എന്താ പറയുക, കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അത്ര വലിയ ആഘോഷവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുൽക്കൂടാണെങ്കിലും ഞങ്ങൾ ഇപ്രാവശ്യം പണിതില്ല കേട്ടോ. കാരണം ഇപ്പൊ അറിയാലോ, ഉണ്ണിയൊക്കെ ഉള്ള കാരണം നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ പുൽക്കൂടാണെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അതാണ് പുൽക്കൂടും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ ചേച്ചിയൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ചെയ്യായിരുന്നു. പക്ഷെ ചേച്ചിയൊന്നും ഇല്ല, ഞാനും അമ്മയും ഉണ്ണി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഒരു ഭയങ്കര ശോകമുഖമായിരുന്നു. പക്ഷെ സ്റ്റാറും സംഭവങ്ങളൊക്കെ ഇട്ടു കേട്ടോ. സ്റ്റാറും അതുപോലെ തന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വലിയപ്പച്ചനും വലിയമ്മ വന്നപ്പോൾ വലിയപ്പൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ വേറെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ കരോളിന് പോവാ. കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾ കരോളിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ യൂണിറ്റിൽ തന്നെ കരോളും സംഭവങ്ങളൊക്കെ നമ്മുടെ യൂണിറ്റിന്റെ കരോൾ നമ്മളെല്ലാ വീടുകളിലേക്കും, നമ്മുടെ യൂണിറ്റിൽ വീട് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലുള്ള എല്ലാ വീടുകളിലേക്കും നമ്മൾ കരോളൊക്കെ ആയിട്ട് പോകും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് പള്ളിയിൽ പോവുക. അതുപോലെ തന്നെ പിന്നെന്താ അങ്ങനെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ ക്രിസ്മസിന്. അതിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം വരെയും പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നിനും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് ഉണ്ണിയൊക്കെ ഉള്ള കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പൊ എന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തില്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പൊ എനിക്ക് ഇവിടുത്തെ പരിപാടികൾക്കൊക്കെ പോകാം. പക്ഷെ അതിനെ എന്താ പറയാ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പരിപാടികൾക്കൊക്കെ പോകണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം പള്ളിയിൽ മറ്റേ ക്രിസ്മസ് പാപ്പ ആൾക്കാരനെ എണ്ണീറ്റ് പ്രൈസ് കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ പള്ളിയിൽ. അപ്പൊ ഇത്ര പാപ്പകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി, ഇപ്പൊ ഈ ഇടവകയിലത്തെ കുഞ്ഞുണ്ണി വരെ പാപ്പയായിട്ട് അങ്ങനെ എണ്ണീട്ട് എല്ലാ യൂണിറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു 14 യൂണിറ്റ് ഉണ്ട് ഞങ്ങളുടെ പള്ളിയിൽ. 14 അത്ര കൂടി യൂണിറ്റ് ഉണ്ട്, കറക്റ്റ് എനിക്കറിയില്ല. അപ്പം ഈ ഇത്ര യൂണിറ്റില് കുറേ പാപ്പകളിനെ നിർത്തിയിട്ട് ഇവർ എണ്ണും. കറക്റ്റ് എത്ര എണ്ണും. അപ്പോൾ എത്രയാ, 3ാം സ്ഥാനം വരെയൊക്കെ ഇങ്ങോട്ട് ഉണ്ട് തോന്നുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾക്ക് തേർഡാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അതുപോലെ തന്നെ പുൽക്കൂട് മത്സരം ഉണ്ട്. പിന്നെ ട്രീ ഉണ്ട്. അത് യൂണിറ്റ് വൈസ് ആണ് കേട്ടോ. ട്രീന്റെ ക്രിസ്മസ് ട്രീ യൂണിറ്റ് വൈസ് ആണ്. പുൽക്കൂട് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റിൽ ഇത്ര നമ്മളിപ്പോ ഓരോ വീടുകളും മത്സരത്തിന് പങ്കെടുക്കും. അതിൽ നമ്മുടെ ജഡ്ജസ് വീട്ടിൽ വന്നിട്ട് നോക്കും. അങ്ങനത്തെ സംഭവമാണ് കേട്ടോ. പിന്നെ ക്രിസ്മസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പാതിര കുർബാനയാണ് കേട്ടോ. പാതിര കുർബാനയ്ക്ക് എല്ലാവരും കൂടിയിട്ടൊരു പോക്കുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാനമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നത്തെ കൊല്ലം വരെ ചേച്ചി ഉണ്ടായിരുന്നു. അതിന് മുന്നത്തെ കൊല്ലം ചേച്ചി ഉണ്ടായിരുന്നു. 2022 ചേച്ചിനാണ്. കഴിഞ്ഞ 23 ഡിസംബറിൽ ചേച്ചി ഉണ്ണീനെ, നമ്മുടെ മ്യൂസ് ഉണ്ടായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ആ ടൈമിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് ഞാനും അമ്മയും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ യൂണിറ്റിലത്തെ കുറേ പേരുണ്ടായിരിക്കും. അവരൊക്കെ കൂടിയിട്ട് നമ്മള് നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോകട്ടോ. അപ്പോൾ പാതിര കുർബാനയ്ക്ക് പിന്നെ നോമ്പ് വീടാം. ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് എടുത്തില്ല. കാരണം എന്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയമല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിലോ ഫുഡും കാര്യങ്ങളൊക്കെ എന്താ പറയാ കുറച്ചൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ളൂ. അതിന്റെ ഇടയിൽ ഇനി നോമ്പും കൂടി എടുത്തു കഴിഞ്ഞാൽ നടക്കണ കേസല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നോമ്പും കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം വരെ നോമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പള്ളിയിൽ നമുക്ക് നോമ്പ് വീടലുണ്ട് കേട്ടോ. അത് ഭയങ്കര രസമാണ്. ഏതൊരു ഒരു കൊല്ലം 2 കൊല്ലം അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ തോന്നി ഞങ്ങളുടെ പള്ളിയില്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നില്ല, നോമ്പ് വീടിലുണ്ടായിരുന്നില്ല. ഇക്കൊല്ലം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പാതിര കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റില്ല. മാമോദിസ കഴിയാണ്ട് നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല കേട്ടോ. എനിക്ക് പോകാൻ, പക്ഷെ ഉണ്ണീനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് പാതിര കുർബാനയ്ക്കൊന്നും പോകാനൊന്നും പറ്റില്ല. മെയിനായിട്ട് ഇപ്പോഴത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു എന്താ പറയാ, ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല, ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഒരു ഡിസംബർ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത്, നമുക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം കേട്ടോ അമ്മ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ മനസ്സിലായി ഇത് പുൽക്കൂട് ഉണ്ടാക്കാൻ ഇത്തിരി എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ സ്റ്റാർ ഇടാൻ തന്നെ കുറെ നേരം പിടിച്ചു. കാരണം അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഞാനായിട്ട് ഇറങ്ങാം.
എല്ലാവർക്കും വലിപ്പം വന്നു കഴിഞ്ഞാൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇപ്പൊ ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്താണെങ്കിലും അങ്ങനത്തെ ഓരോ പരിപാടികൾക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആൺകുട്ടികൾ ഇല്ലെങ്കിലും എന്താ പറയാ ഞാൻ എല്ലാ കാര്യത്തിനായിട്ട് ഇങ്ങനെ ഇറങ്ങും. എന്തോ എല്ലാ ഇതിനും ഞാൻ വലിപ്പന്റെ കൂടെ ഇങ്ങനെ അത് ചെയ്യാൻ പോകും ഇത് ചെയ്യാൻ പോകും അങ്ങനെ ഒക്കെ ചെയ്യും ട്ടോ. അപ്പൊ ഇപ്രാവശ്യം അതിനൊന്നും പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇപ്പൊ എന്ത് പറയുകയാണെങ്കിലും നീ റെസ്റ്റ് എടുക്കുക എന്നാ പറയാട്ടോ. ഒരു കാര്യത്തിൽ നീ വരണ്ട, അങ്ങനെ എന്റെ അടുത്ത് ഇപ്പൊ പറയണത് കേട്ടോ. അതിൽ സന്തോഷമാണെങ്കിലും പക്ഷെ നമുക്ക് അതൊക്കെ ഇത്ര കൊല്ലം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു ഇതില്ല. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ അതാണ് ഇപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷം കാര്യങ്ങളൊക്കെ. ക്രിസ്മസ് അങ്ങനെ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പത്തെ ക്രിസ്മസ്. പിന്നെന്താ, ഇന്ന് ചേച്ചിയും മ്യൂസും വരും കേട്ടോ. അപ്പൊ അതിന്റെ ചെറിയ സന്തോഷമുണ്ട്. ഇത്ര നാളും അവര് മറ്റേ 28ന്റെ സമയത്ത് പോയതാ, പിന്നെ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ നവംബർ 17-ാം തീയതി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു മാസമായിട്ട് മ്യൂസിനെ കണ്ടിട്ട്. അപ്പൊ മ്യൂസ് ഇവിടെ ഉണ്ട് വെച്ച് ഭയങ്കര രസാ. തല്ലൂട്ടും ഇതും ഭയങ്കര സൗണ്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ വീട്ടില്. ശൂന്യായിരിക്കില്ല. അവള് വന്നു കഴിഞ്ഞ പിന്നെ എന്താ പറയാ, നമുക്ക് ഒന്നിനും നേരം ഉണ്ടാവില്ല, ഒരു പരിപാടി നടക്കില്ല എന്ന് തോന്നില്ല. അതുപോലെ കേട്ടോ. അവൾ ഇവിടുന്ന് പോകുമ്പോ നമുക്ക് ഭയങ്കര മിസ്സിങ് കാര്യങ്ങളൊക്കെ. അവൾ ഇവിടെ ഇല്ലാത്തപ്പോ അത് ഉണ്ടെങ്കിൽ ഒരു രസമായിരുന്നു എന്നൊക്കെ തോന്നും ട്ടോ. അത് വരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് വരൂല ഇപ്പൊ എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷത്തിലായിട്ടുണ്ടാവും. മിസ്സിനെ കാണാലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഇരിക്കുന്നത്. വന്ന് 2 ദിവസം കഴിഞ്ഞ് പിന്നെ എനിക്ക് ഞാൻ അവൾക്ക് ഭയങ്കര തല്ലൂട്ടാണ്. രാത്രിയാണ് ഇത് കൂടുതൽ തല്ലൂട്ടം. ഉറങ്ങണ നേരത്ത് അവള് ഉറങ്ങില്ല. അവളൊരു 3 മണി 4 മണിക്ക് ആവാണ്ട് ഉറങ്ങില്ല. പുലർച്ചയ്ക്കാട്ടോ ഞാൻ പറയണത്. എന്നാ അവള് അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടന്റെ വീട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 10 മണിക്കാകുമ്പോ അവൾ ഉറങ്ങും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഉറക്കൂല്ല, ഒരു തേങ്ങയില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പം എപ്പോഴാ വരാന്നുള്ള കാര്യം അറിയില്ല. അവിടുത്തെ ക്രിസ്മസ് ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാവും വരാൻ തോന്നുന്നു കേട്ടോ. അപ്പൊ ചേച്ചി കരോളിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അതൊരു പുറത്തിരുന്ന് ചെയ്യണ കാരണേ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. അപ്പൊ എനിക്ക് വല്ലവരും വരുമ്പോ വീഡിയോ ചെയ്യാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വീട്ടിലുള്ള ആൾക്കാരുടെ മുമ്പിൽ കുഴപ്പമില്ല, വേറെ ആരെങ്കിലും പുറത്തു കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ വീഡിയോ ചെയ്യാനൊക്കെ. അപ്പൊ ചേച്ചി ഇപ്പൊ അവിടുത്തെ കരോളിനെയും സംഭവങ്ങൾക്കൊക്കെ എനിക്ക് പങ്കെടുത്തപ്പോ എനിക്ക് ഭയങ്കര ഒരു വിഷമൊക്കെ പോലെ കേട്ടോ. ചേച്ചി അടിച്ചു പൊളിച്ച് നടക്കാണ്. എന്നിട്ട് ബോറടിച്ചിട്ടേ ഭയങ്കര സങ്കടം. ചേച്ചി അവിടെ കരോൾ ഗാനത്തിന് അതുപോലെ തന്നെ പുൽക്കൂട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ കരോളിന് പോവില്ലേ നമ്മൾ യൂണിറ്റിലൊക്കെ കരോളിന് പോവുക. അതുപോലെ അവിടെ നല്ല ആഘോഷമാണെന്ന് തോന്നുന്നു. ഇവിടത്തേനേക്കാൾ ഇത്തിരി പള്ളിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സംഭവമൊക്കെ ചെയ്യും തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ്. അതുപോലെ തന്നെ ഫാതിര കുർബാനയ്ക്ക് പോവുക. സംഭവം കുർബാന നമ്മൾ കാണുന്നില്ല, പക്ഷെ ആ പിള്ളേരൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വർത്താനം പറഞ്ഞിരിക്കുക, ഒരു വൈബ്. അതൊരു ഇതാണല്ലോ എല്ലാവരും കൂടിയിട്ട് ആ നൈറ്റ് 11:30 ഞങ്ങളുടെ ഇവിടെ കുർബാന. എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും. 11:30 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉണ്ണീശാനെ കൊണ്ടുവയ്ക്കും, പുൽക്കൂട്ടിൽ വെക്കും. എന്നിട്ട് നോമ്പ് അപ്പോൾ വിടില്ല, കുർബാന കഴിഞ്ഞിട്ടോ വീട നോമ്പ്. ചിലയിടത്തൊക്കെ മുട്ട കൊടുക്കും, ചിലയിടത്തൊക്കെ എന്താ പറയാ വട്ടയപ്പും കറിയും അങ്ങനെയുണ്ട്. ഇപ്പൊ എന്റെ ചേട്ടന്റെ വീട്ടിലൊക്കെ നോമ്പ് വിടണ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ പക്ഷെ ഇല്ലാന്ന് തോന്നുന്നു. ഇപ്രാവശ്യം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, അതിന് മുന്നത്തെ പ്രാവശ്യം കൊണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഏതോ ഒരു 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ 2 കൊല്ലമായിട്ടില്ല, ഇതില്ല കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ക്രിസ്മസ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ചേച്ചി വരട്ടെ. ഇപ്പൊ മോർണിംഗ് ആയിട്ടുണ്ട്. മോർണിംഗ് നമ്മുടെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുളി പരിപാടി ഉണ്ട്. ചെക്ക നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിലായിരുന്നു കേട്ടോ. കമ്പനിയില് എന്താ പറയാ ക്രിസ്മസ് ഫ്രണ്ടിന് എടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ സംഭവങ്ങള്. പിന്നെ നമ്മള് ക്രിസ്മസ് സോങ് പാടും അവിടെ ഇരുന്നിട്ട്. കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം കമ്പനിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡിസംബർ 10-ാം തീയതി എന്റെ എൻഗേജ്മെന്റ്. ഡിസംബർ 2-ാം തീയതി ആയിരുന്നു ചേട്ടൻ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ പോയിട്ടില്ല. ഡിസംബർ 1-ാം തീയതി ആണ് ഞാൻ അവസാനം പോയിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നത്തെ കൊല്ലത്തെ ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അതിനുശേഷം ക്രിസ്മസ് ഒന്നും ആഘോഷിച്ചിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെയും ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. കമ്പനിയിലത്തെ ഇക്കൊല്ലത്തെയും ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ കഴിഞ്ഞ കൊല്ലത്ത് ഞാൻ പള്ളിയിൽ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം യൂണിറ്റിലത്തെ ആൾക്ക് ചേച്ചിമാരൊക്കെ വന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്, അടുത്ത കൊല്ലം നിനക്ക് ആഘോഷിക്കാൻ പറ്റില്ല കേട്ടോ, വേണമെങ്കിൽ വന്നോന്ന് പറഞ്ഞു. ഞാൻ പോകാറുണ്ട്, അങ്ങനെ വിളിക്കണു അവര്. അപ്പൊ അതുകൊണ്ട് ഫുൾ എല്ലാ പരിപാടികൾക്കും പോയിട്ടുണ്ട്. ട്രീ ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോയിണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കിയുള്ള കരോള് അതുപോലെ തന്നെ പാപ്പ എണ്ണാനായിട്ടുള്ളത്, അതിന് എല്ലാ സംഭവങ്ങൾക്കൊക്കെ ഞങ്ങൾ മറ്റേ
പാതിര കുർബാനയ്ക്ക് എല്ലാത്തിനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ക്രിസ്മസ് വിശേഷങ്ങള്. നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എവിടം വരെ എത്തിയെന്ന് കമന്റ് ചെയ്തോളൂ.